അടുത്തത് ഫീറ്റൽ ഹാർട്ട് റേറ്റ് അബ്നോർമാലിറ്റി എന്ന് പറയും. അതായത് കുഞ്ഞിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഇൻട്രായൂട്ടറിൻ ലൈഫിലുള്ള കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റിലുണ്ടാകുന്ന വ്യത്യാസങ്ങളാണത്. ആദ്യമായിട്ട് പറയുന്നതാണ് ആക്സിലറേഷൻ ഓഫ് ദ ഫീറ്റൽ ഹാർട്ട് റേറ്റ്. അതിനു മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് നോർമൽ. അതായത് 36 വീക്ക് ആകുമ്പം നോർമൽ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് 110/110 to 160 പെർ മിനിറ്റ് ആണ്. അതായത് 110നും 160നും ഇടയിലാണ് ഹാർട്ട് റേറ്റ് ഒരു കുഞ്ഞിന് ഉണ്ടാകേണ്ടത്. ചിലപ്പോൾ അതിൽ കൂടാം, അതിൽ കുറയാം. അതിൽ കൂടുകയും കുറയുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ വേരിയേഷൻസ് എന്ന് പറയുന്നത്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് 160ന് മേളിലേക്ക് പോകുന്നതാണ്. ഡീസിലറേഷൻ എന്ന് പറയുന്നത് 110ന് താഴേക്ക് പോകുന്നതാണ്. ഇനിയാണ് ആക്സിലറേഷൻ ഓഫ് ദ ഫീറ്റൽ ഹാർട്ട് റേറ്റ്. ആക്സിലറേഷൻ ഈസ് എ ടെമ്പററി ഇൻക്രീസ് ഇൻ ദ ഹാർട്ട് റേറ്റ് ഫ്രം ദ ബേസ് ലൈൻ. അതായത് ബേസ് ലൈനിൽ നിന്ന് ഒരു 15 ബീറ്റ്സ് ഓർ മോർ ദാൻ 15 ബീറ്റ്സ് ലാസ്റ്റ് ഫോർ 15 സെക്കൻഡ് ഓർ മോർ ദാൻ 15 സെക്കൻഡ് ഇൻ റെസ്പോണ്ട് ടു ഫീറ്റൽ മൂവ്മെൻറ്റ്. അതായത് ഒരു ബേസ് ലൈൻ ഉണ്ടാവും. അതായത് കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് എപ്പോൾ ചെക്ക് ചെയ്താലും ഇപ്പോൾ ഒരു 120 വെച്ചു, 120 എപ്പോഴും കാണുന്നത്. അത് ആ 120 നിന്ന് ഒരു 135, ഒരു 15 അല്ലെങ്കിൽ അതിന് മേളിലേക്കോ അത് 160 താഴെ നിൽക്കത്തക്ക രീതിയിലോ കുഞ്ഞ് ഇൻട്രായൂട്ടറിൻ ലൈഫിൽ മൂവ്മെൻറ്റ് ചെയ്യുമ്പം കൂടുന്നതിനാണ് ഇങ്ങനെ പറയുന്നത്. ആ കൂടുന്ന എത്ര നേരം? 15 സെക്കൻഡോ അല്ലെ മോർ ദാൻ 15 സെക്കൻഡോ ഇൻ റെസ്പോണ്ട് ടു ദ ഫീറ്റൽ മൂവ്മെൻറ്റ് അനുസരിച്ച് അത് കൂടാറുണ്ട്. വെൻ ദ ഫീറ്റൽ മൂവ്മെൻറ്റ് സ്റ്റോപ്പ്, ആക്സിലറേറ്റഡ് ഹാർട്ട് റേറ്റ് റിട്ടേൺ ടു ദ ബേസ് ലൈൻ. അതായത് അത് ഫീറ്റൽ മൂവ്മെൻറ്റ് നിന്ന് കഴിയുമ്പം, അതായത് മൂവ്മെൻറ്റ് നിന്ന് കഴിയുമ്പം അത് നേരെ തിരിച്ച് ആ ബേസ് ലൈൻ നേരത്തെ ഉണ്ടായിരുന്ന 120 ആണെങ്കിൽ ആ 120ലേക്ക് വീണ്ടും റിട്ടേൺ ചെയ്യുന്നതിനാണ് ഇങ്ങനെ പറയുന്നത് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ആഫ്റ്റർ 32 വീക്ക് ഓഫ് ഗസ്റ്റേഷൻ ഓൺലി ഇറ്റ് ഈസ് അപ്ലിക്കബിൾ. അതായത് 32 വീക്ക് കഴിഞ്ഞാൽ മാത്രമേ ഈ കാര്യങ്ങൾ കാണാൻ പറ്റത്തുള്ളൂ. ഇതൊരു പോസിറ്റീവ് സൈനാണ്, അല്ലെങ്കിൽ റീ അഷ്വറിങ് സൈനാണ്. അതായത് കൊച്ചിൻ്റെ ബേസ് ലൈനിൽ നിന്നൊരു 15 അല്ലെ മോർ ദാൻ 15 ഒക്കെ എന്നാൽ 160ന് താഴെ ആകത്തക്ക രീതിയിൽ ഒന്ന് ഉയരുക എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സൈനാണ്. ഗുഡ് ഓക്സിജനേഷൻ, ഹെൽത്തി, സേഫ്. കൊച്ചിന് നല്ല ഓക്സിജൻ കിട്ടുന്നുണ്ടെന്നും കൊച്ച് ഹെൽത്തി ആണെന്നും സേഫ് ആണെന്നും സൂചിപ്പിക്കുന്നതാണ്. ആക്സിലറേഷൻ ആബ്സെൻ്റ് ആവുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അർത്ഥം ഫീറ്റൽ ഹൈപ്പോക്സിയ, സെഡേറ്റീവ് മെഡിക്കേഷൻ, ഫീറ്റസ് ഈസ് ഇൻ എ സ്ലീപ്പിംഗ് സ്റ്റേജ്. 3 കാര്യങ്ങളാണുള്ളത്. ഒന്നല്ലെങ്കിൽ കൊച്ചിന് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടുന്നില്ല, ഇല്ലെങ്കിൽ സെഡേറ്റഡ് ആയിട്ട് കിടക്കുകയാണ്. കാരണം ഓക്സിജൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോധം കെട്ട് പോകുന്ന അവസ്ഥ വരുമല്ലോ, അതേ അവസ്ഥ കുഞ്ഞിനുണ്ടാവുകയാണ്. അമ്മയ്ക്ക് സെഡേറ്റഡ് മെഡിസിൻ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കൊച്ച് സ്ലീപ്പിംഗ് സ്റ്റേജിലാണ്. ഇനി അടുത്തതാണ് വേരിയബിലിറ്റി എന്ന് പറയുന്നത്. ഫ്ലക്ച്വേഷൻ ഇൻ ദ ബേസ് ലൈൻ ഫീറ്റൽ ഹാർട്ട് റേറ്റ് ഇൻ റെസ്പോണ്ട് ടു ദ ഫീറ്റൽ മൂവ്മെൻറ്റ്. അതായത് ഫ്ലക്ച്വേറ്റഡ് ആവുന്നു. ഇപ്പം 120 എന്ന് പറഞ്ഞാൽ ബേസ് ലൈനിൽ നിന്ന് മുകളിലേക്ക് കയറുന്നു, അല്ലെ താഴേക്ക് പോകുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഫ്ലക്ച്വേറ്റ് ചെയ്യുക. ഉയരുക മാത്രമല്ല ചെയ്യുന്ന, താഴുകയും ചെയ്യുന്നുണ്ട്. എന്ത് വേണേലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് ഫീറ്റൽ മൂവ്മെൻറ്റിനനുസരിച്ച്. അതായത് 110 to 160 ആണല്ലോ ബിറ്റ്വീൻ ദ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത്. ഈ 110 to 160-ക്കിടയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എങ്ങനെ വേണേലും ഫ്ലക്ച്വേറ്റഡ് ആവുകയാണ്. ആബ്സെൻ്റ് ഓർ അൺഡിക്റ്റേറ്റഡ് വേരിയബിലിറ്റി ഈസ് കൺസിഡേർഡ് ആസ് എ നോൺ അഷ്വറിങ് സൈൻ. അല്ലെങ്കിൽ ആബ്സെൻ്റ് ഓർ അൺഡിക്റ്റേറ്റഡ് വേരിയബിലിറ്റി, ഈ വേരിയബിലിറ്റി ഉണ്ടാകുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെ കണ്ടെത്താനോ പറ്റുന്നില്ലെങ്കിൽ ഇതൊരു അഷ്വറിങ് സൈൻ അല്ല. ഡിക്രീസ്ഡ് വേരിയബിലിറ്റി ക്യാൻ റിസൾട്ട് ഫ്രം ദ ഫീറ്റൽ ഹൈപ്പോക്സിയ. അതായത് ഈ വേരിയബിലിറ്റി കുറയാൻ കാരണം ഹൈപ്പോക്സിയ ആയിരിക്കാം,
അസിഡോസിസ് കൊണ്ടായിരിക്കാം, സെർട്ടൻ മെഡിക്കേഷൻ ആയിരിക്കാം, ഇതുകൊണ്ടൊക്കെ ആയിരിക്കും. ടെമ്പററി ഡിക്രീസ് ഇൻ വേരിയബിലിറ്റി ക്യാൻ ഒക്കർ വെൻ ദ ഫീറ്റസ് ഈസ് സ്ലീപ്പിംഗ് സ്റ്റേജ്. അതായത് ഈ ഡിക്രീസ് ചില സമയത്തുണ്ടാകുന്നത് സ്ലീപ്പിംഗ് സ്റ്റേജ് കൊണ്ടായിരിക്കും. സ്ലീപ്പിംഗ് സ്റ്റാറ്റസ് യൂഷ്വലി ലാസ്റ്റ് മോർ ദാൻ 30 മിനിറ്റ്. അതായത് കുഞ്ഞിൻ്റെ ലൈഫിൽ 30 മിനിറ്റ് എന്ന് പറയുന്നതാണ് സ്ലീപ്പിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. 30 മിനിറ്റാണ് കുഞ്ഞ് ഇൻട്രായൂട്ടറിൻ ലൈഫിൽ ഉറങ്ങുന്നത്. വൺ ടൈം സ്ലീപ്പിംഗ് പാറ്റേൺ എഫക്റ്റ് ഈസ് 30 മിനിറ്റ്. So feel only after the 1 hour duration when checking is not getting 1 time. അതായത് ഒരു പ്രാവശ്യം കൊച്ചിന് നമ്മൾ ഫീറ്റൽ ഹാർട്ട് റേറ്റ് ചെയ്യുമ്പം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടേ വീണ്ടും ചെക്ക് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ ചെക്ക് ചെയ്യാവുള്ളൂ. കാരണം കൊച്ച് സ്ലീപ്പ് ചെയ്യുവാണെങ്കിലോ അമ്മ നടന്നു പോയി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്ന് ചെക്ക് ചെയ്താലേ അതിൻ്റെ കിട്ടത്തുള്ളൂ. വേരിയബിലിറ്റി മസ്റ്റ് ബി പ്രസൻറ്റ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേറ്റ് ആകുന്ന അവസ്ഥ ഉണ്ടാകേണ്ട കാര്യങ്ങളാണ്. ഇനി ഡീസലറേഷൻ, ഇത് ഇനി താന്നു പോകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം ആക്സിലറേഷൻ മുന്നോട്ട് പോകുന്നതിനായിരുന്നെങ്കിൽ ഇനിയിപ്പം പിന്നെ പറഞ്ഞ വേരിയബിലിറ്റിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, താഴ്വും കുറയുകയും ചെയ്യും. ഇനി പറയുന്നത് അതായത് താന്നു പോകുന്നതിനെക്കുറിച്ചാണ്. ഫീറ്റൽ ഹാർട്ട് റേറ്റ് ഡീസലറേഷൻ. അതിനു മുമ്പ് ബ്രാഡിക്കാർഡിയയും ടാക്കിക്കാർഡിയയും പഠിക്കണം. ബ്രാഡിക്കാർഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീറ്റൽ ഹാർട്ട് റേറ്റ്, ഫീറ്റൽ ബ്രാഡിക്കാർഡിയ. അതായത് ഫീറ്റൽ ഹാർട്ട് റേറ്റ് ഈസ് ലെസ് ദാൻ 110 ബീറ്റ്സ് പെർ ഫോർ എ 10 മിനിറ്റ് ഓർ ലോങ്ങർ. വേരിയബിളിനകത്ത് നമ്മൾ പറഞ്ഞാൽ 110 വരെ വരത്തുള്ളൂ. ഇത് 110-ൽ താഴേക്ക് പോവുക, അത് 10 മിനിറ്റ് കൂടുതൽ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ഫീറ്റൽ ബ്രാഡിക്കാർഡിയ എന്ന് പറയുന്നത്. ഇനി ഫീറ്റൽ ടാക്കിക്കാർഡിയ എന്ന് വെച്ചാൽ എലവേറ്റിംഗ് മോർ ദാൻ 160 പെർ മിനിറ്റ്. അതായത് മാക്സിമം എത്തേണ്ട 160 ആ 160ക്ക് മേളിലേക്ക് ഹാർട്ട് റേറ്റ് പോവുക ഫോർ എ ലോങ്ങർ ദാൻ 10 മിനിറ്റ്. 10 മിനിറ്റോ അല്ലെങ്കിൽ ലോങ്ങർ ദാൻ ദ 10 മിനിറ്റ്. നോ അഷ്വറിങ് ഫീച്ചറാണ്. അതായത് ഒരു പോസിറ്റീവ് സൈൻ അല്ലത്, ഇത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സൈനാണ്. ലെസ് ദാൻ 10 മിനിറ്റ് ഈസ് വേരിയബിലിറ്റി. അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടുതലാണ് അങ്ങനെ നിൽക്കുന്നുള്ളൂ എങ്കിൽ അതൊരു വേരിയബിലിറ്റി ആയിട്ടാണ് കണക്ക് കൂട്ടുന്നത്. അതൊരു വലിയ പ്രശ്നമായിട്ട് കാണുന്നില്ല, കാരണം അങ്ങനെ ചിലപ്പോൾ സംഭവിക്കാവുന്നതാണ്. ഈ ഫീറ്റൽ ടാക്കി ആൻഡ് ബ്രാഡിക്കാർഡിയ occur change the position of the mother and change position and O2 supply, assess vitals of the mother and inform the doctor. അങ്ങനെ 10 മിനിറ്റ് കൂടുതൽ നിൽക്കുന്നുണ്ടെങ്കിൽ അമ്മയുടെ പൊസിഷൻ ആദ്യം ഒന്ന് ചേഞ്ച് നോക്കണം, ഓക്സിജൻ സപ്ലൈ ചെയ്യണം, പൊസിഷൻ ചേഞ്ച് ചെയ്യണം, അസസ് ദ വൈറ്റൽസ് ഓഫ് ദ മദറിൻ്റെ വൈറ്റൽസ് ചെക്ക് ചെയ്യണം, ഇൻഫോം ദ ഡോക്ടറെ ഇൻഫോം ചെയ്യണം. ഇനി ഇനിയാണ് ഡീസലറേഷനെ കുറിച്ച് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടത് ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യും, ഡിക്രീസ് ചെയ്യും, ടാക്കിക്കാർഡിയം ബ്രാഡിക്കാർഡിയാണ്. ഇനിയാണ് ഡീസലറേഷൻ, അതായത് താന്നു പോകുന്നത്. ടെമ്പററി ഡിക്രീസ് ഇൻ ദ ഫീറ്റൽ ഹാർട്ട് റേറ്റ് ബിറ്റ്വീൻ ബിലോ ദ ബേസ് ലൈൻ. അതായത് 120 അല്ലെങ്കിൽ മാക്സിമം 110 ഉണ്ടായിരിക്കണമെന്നുണ്ട്. ഈ 110-ന് താഴേക്ക് ഫീറ്റൽ ഹാർട്ട് റേറ്റ് പോവുകയാണ്. അല്ലെങ്കിൽ 120 ഫീറ്റേഴ്സിന് ഉണ്ടായിരിക്കേണ്ട ഹാർട്ട് റേറ്റ് സാധാരണ ഉണ്ടാകുന്നത്, അതിനേക്കാൾ താന്നുകൊണ്ട് പോവുക. അതായത് എന്നും 120 ഉണ്ടായിരുന്നതിൽ നിന്ന് താന്ന് പോവുകയാണ്, കുറവാണ് കാണിക്കുന്നത്. ഇൻ റെസ്പോൺസ് ടു ദ യൂട്ടേറിയൻ കൺട്രാക്ഷൻ അനുസരിച്ച് when the uterine contraction stop returns to the baseline. ഈ യൂട്ടേറിയൻ കൺട്രാക്ഷൻ നിന്ന് കഴിയുമ്പം ബേസ് ലൈനിലേക്ക് തന്നെ വരും. അതായത് 110-ന് താഴേക്കല്ല പോകുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ഹാർട്ട് റേറ്റ് എത്രയാണോ, ഇപ്പോൾ 120 ആണെങ്കിൽ 120-ക്ക് താഴേക്കാണ് പോകുന്നത്.
ഇനി അതിനകത്ത് 2 ടൈപ്പ് ഉണ്ട്. ഏർലി ഡീസലറേഷൻ, ലേറ്റ് ഡീസലറേഷൻ, വേരിയബിൾ ഡീസലറേഷൻ, ഇങ്ങനെ 3ആയിട്ട് പറയുന്നുണ്ട്. ഏർലി ഡീസലറേഷൻ എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ഇൻ ദ ഫീറ്റൽ ഹാർട്ട് റേറ്റ് ബിലോ ദ ബേസ് ലൈൻ, അതായത് ബേസ് ലൈന് താഴത്തേക്ക് പോവുകയാണ്. ഇപ്പം 120 ഉണ്ടായിരുന്നെങ്കിൽ അതൊരു 110 വന്നു. Rate at the lower point of the deceleration remains greater than 110 beats per minute. Lowest point of the deceleration remains greater than 110 beat per minute, അതായത് 110 മീറ്ററിന് 100 ബീറ്റ് പെർ മിനിറ്റിന് മേളിലായിരിക്കണം, അതിലും താഴേക്ക് പോകരുത്. Early deceleration occurs during the contraction as the fetal head is advanced in the mother's pelvis and soft tissue of the cervix and return to the normal at the end of the contraction. അതായത് ഫീറ്റൽ ഹെഡ് അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് ഡിസെൻഡ് ആകുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അത് ഈ കൺട്രാക്ഷൻ കഴിയുമ്പം അത് നോർമൽ സ്റ്റേജിലേക്ക് വരുകയും ചെയ്യും. Raising shows uniform shape and mirror image of uterine contraction. ഹെഡിൽ കംപ്രസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഡീസലറേഷൻ ഉണ്ടാകുന്നത്. ലേറ്റ് ഡീസലറേഷൻ എന്ന് പറഞ്ഞാൽ നോ അക്ഷറിങ് അല്ലെങ്കിൽ നെഗറ്റീവ് പാറ്റേൺ ആണ്, അതായത് ഒരു നല്ല സൈൻ അല്ല. ദാറ്റ് റിഫ്ലക്റ്റ് ഇംപ്ലൈഡ് പ്ലാസൻ്റൽ എക്സ്ചേഞ്ച്, അതായത് പ്ലാസൻ്റയിലെ സർക്കുലേഷൻ്റെ എക്സ്ചേഞ്ചിനാണ് ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. പാറ്റേൺ സിമിലർ ടു ദ ഏർലി ഡീസലറേഷൻ, ഏർലി ഡീസലറേഷൻ്റെ അതേ പാറ്റേൺ തന്നെയാണ്. ബട്ട് ദ ബിഗാൻ വെൽ ആഫ്റ്റർ ദ കൺട്രാക്ഷൻ എൻഡ് ആൻഡ് റിട്ടേൺസ് ടു ദ ബേസ് ലൈൻ ആഫ്റ്റർ ദ കൺട്രാക്ഷൻ എൻഡ്. അതായത് അമ്മയുടെ കൺട്രാക്ഷൻ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഫീറ്റസിൻ്റെ ഹാർട്ട് റേറ്റ് ഉയരാൻ തുടങ്ങുന്നത്. അമ്മയുടെ കൺട്രാക്ഷൻ നിന്ന് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി നേരം കുഞ്ഞിൻ്റെ കൺട്രാക്ഷൻ നീണ്ടു നിൽക്കും, കുഞ്ഞിൻ്റെ ഡീസലറേഷൻ നീണ്ടു നിൽക്കും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അമ്മയുടെ കൺട്രാക്ഷൻ നിന്ന് കഴിഞ്ഞും കുഞ്ഞിൻ്റെ നീണ്ടു നിൽക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. Contraction start, deceleration not began. Sometime later began the deceleration. Stop contraction but the more than deceleration. Return to the normal contraction. Stop contraction but more time to deceleration. Then return to the normal. ഇതാണ് ഇതിനകത്തെ പ്രത്യേകത. Uterus relax, fetus get contraction, so uterus റിലാക്സ് ചെയ്യുന്ന സമയത്ത് ഫീറ്റസ് കൺട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം യൂട്രസ് വീണ്ടും കൺട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഫീറ്റസ് റിലാക്സേഷനിലേക്ക് വരുവാണ്. അപ്പം ഫീറ്റൽ ഹൈപ്പോക്സിയ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിന് കോസ് എന്ന് പറയുന്നത് പ്ലാസൻ്റൽ ഇൻസഫിഷ്യൻസി, പോസ്റ്റ് ടൈം പ്രഗ്നൻസി കഴിഞ്ഞിട്ട് നിൽക്കുകയാണെങ്കിൽ അബ്രഷൻ ഓഫ് പ്ലാസൻ്റ, പ്രീ എക്ലാംഷ്യ, മെറ്റേണൽ ഹൈപ്പോടെൻഷൻ, പ്ലാസൻ്റൽ പ്രീവിയ, ഇതൊക്കെയാണ് ഇതിനകത്തെ സംഭവങ്ങൾ. ഇനി അടുത്താണ് വേരിയബിൾ ഡീസലറേഷൻ. This is caused by the condition that restrict the blood flow
ടു ദ ആംബ്ലിക്കൽ കോഡ്. ആംബ്ലിക്കൽ കോഡിലൂടെയുള്ള ബ്ലഡ് ഫ്ലോയിൽ എന്തെങ്കിലും കുറവ് ഉണ്ടാവുകയാണെങ്കിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഡു നോട്ട് ബ്ലോ these are the caused by the condition that restricted blood flow through the umbilical cord. ആംബ്ലിക്കൽ കോഡിലൂടെ ഉള്ള ബ്ലഡ് ഫ്ലോയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ വേരിയബിൾ ഡിസറലേഷൻ ഉണ്ടാകുന്നത്. ഡു നോട്ട് ഹാവ് ദ അപ്പിയറൻസ് ഓഫ് ദ ഏർലി ഓർ ഏർലിയോ ലേറ്റ് സ്റ്റേജിൻ്റെയോ ഡിസറേഷൻ്റെയോ പോലെ ആയിരിക്കത്തില്ല ഇത്. ഷേപ്പ്, ഡ്യൂറേഷൻ, ഡിഗ്രി ആർ ഡിക്ലൈൻ ബിലോ ദ ബേസ് ലൈൻ ഇൻ ഹാർട്ട് റേറ്റ് ഈസ്, അതായത് ബേസ് ലൈനായിട്ടുണ്ടാകുന്ന ഹാർട്ട് റേറ്റിന് താഴത്തേക്ക് ഷേപ്പും സ്റ്റൈലും എല്ലാം മാറുവാണെങ്കിലാണ് വേരിയബിൾ എന്ന് പറയുന്നത്. നോൺ പീരിയോഡിക് ആണ്, ഒക്കുറിങ് അറ്റ് ദ ടൈം ഓഫ് അൺറിലേറ്റഡ് ടു ദ കൺട്രാക്ഷൻ, അതായത് കൺട്രാക്ഷനുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. കാരണം ഇതിന് കൺട്രാക്ഷൻ്റെ സമയത്ത് കുറയുകയോ കൂടുകയോ ഒക്കെ ചെയ്യേണ്ടതാണ്. പക്ഷേ കൺട്രാക്ഷനുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ ഇത് കൂടുകയും കുറയുകയും ലേറ്റ് ആവുകയും എയർലി ആവുകയും ഒക്കെ ചെയ്യും. കൺട്രാക്ഷൻ ഒരു വഴിക്ക് പോവും, ആക്സിലറേഷൻ ഡീസലറേഷൻ ഒക്കെ ആയിട്ട് ഇത് വേരിയബിൾ ഡീസലറേഷൻ വേറൊരു വഴിക്ക് പോകും. കുറയാൻ കൂടാം, കൺട്രാക്ഷൻ്റെ സമയത്ത് തന്നെ കൂടുകയും കുറയും, ആക്സിലറേഷൻ വരും, ഡീസലറേഷൻ വരും, ബേസ് ലൈനിൽ നിന്ന് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇനി അടുത്താണ് ഹൈപ്പർട്ടോണിക് യൂട്ടേറിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യൂട്ടേറിൻ ടെറ്റിനി എന്ന് പറയും. അതായത് ഭയങ്കരമായിട്ട് യൂട്രസിനെ കൺട്രാക്റ്റ് ചെയ്യുകയാണ്, കൺട്രാക്ഷന് ഭയങ്കര പവറാണ്. അതാണ് ഈ യൂട്ടേറിൻ അറ്റോണി എന്ന് പറയുന്നത്. അതുകൊണ്ട് പലപ്പോഴും അത് നമ്മൾ കൊടുക്കുന്ന മെഡിക്കേഷൻ്റെ നമ്മൾ കൊടുക്കുന്ന പ്രഗ്നൻസിക്ക് കൊടുക്കുന്ന മെഡിസിൻ്റെയൊക്കെ ഓവർ ഡോസ് കൊണ്ടൊക്കെ എങ്ങനെ സംഭവിക്കാം. അതായത് അബ്നോർമലി ഹൈ പവർഫുൾ യൂട്ടേറിൻ കൺട്രാക്ഷൻ, യൂട്ടേറിൻ മസിൽസ് സ്റ്റിഫാവും. അതായത് സ്റ്റിഫാവുക എന്ന് പറഞ്ഞാൽ മസിലൊക്കെ വലിഞ്ഞു മുറുകുക. O2 ബ്ലഡ് ടു ദ ഫീറ്റസ് സ്റ്റോപ്പ്, അതായത് ഫീറ്റസിൻ്റെ പ്ലാസൻ്റ കോട്ടിനെ ഉൾപ്പെടെ അത് ഞെക്കിക്കളയുന്നതുകൊണ്ട് ഫീറ്റസിലേക്കുള്ള സർക്കുലേഷൻ സ്റ്റോപ്പാവും. ഫീറ്റൽ ഡിസ്ട്രസ് ഹാപ്പൻഡ് ആൻഡ് ഹൈ കൺട്രാക്ഷൻ, മസിൽ സ്റ്റിഫ്, പ്ലാസൻ്റ സ്റ്റിഫ്, ഫീറ്റൽ ഹൈപ്പോക്സിയ, ഫീറ്റൽ ഡിസ്ട്രസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതാണ് ഇതിൻ്റെ ലൈൻ. ഈ ഫീറ്റൽ ഡിസ്ട്രസ് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് മെക്കോണിയം ആസ്പിറേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. യൂട്ടേറിൻ കൺട്രാക്ഷൻ ഇൻറ്റൻസിറ്റി ഈസ് about 15 to 70 mg of Hg during the labor. സാധാരണ 50 to 70 mg of Hg ആണ് ഡ്യൂറിങ് ലേബർ ആൻഡ് റീച്ച് 110 mg per due to the പുഷിങ് ഡ്യൂറിങ് ദ സെക്കൻഡ് സ്റ്റേജ്. അത് 110 mg വരെ പുഷിങ്ങിൻ്റെ ഇതുകൊണ്ട് വരാം. ആവറേജ് റെസ്റ്റിംഗ് ടോൺ ഈസ് 5 to 15 mm Hg. 5 to 15 mm Hg ആണ് സാധാരണ വരുന്നത്. ഇനി ഹൈപ്പർട്ടോണിക് ആണെങ്കിലോ അത് യൂട്ടേറിൻ കൺട്രാക്ഷൻ ഇൻറ്റൻസിറ്റി ഈസ് മോർ ദാൻ 70 ആയിരിക്കും. 110 mm ഓഫ് Hgയിലും കൂടുതലായിരിക്കും സെക്കൻഡ് സ്റ്റേജിൽ. ആൻഡ് റെസ്റ്റിംഗ് സ്റ്റേജ് കൺട്രാക്ഷൻ ഈസ് മോർ ദാൻ 15 mm ഓഫ് Hg. അതായത് ഇതിൻ്റെ ടോപ്പ് ലൈനിൽ കൂടുതലായിരിക്കും എല്ലാം. ഇതിന് കോസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഓക്സിറ്റോസിൻ ഓവർഡോസാണ്. ഓക്സിറ്റോസിൻ്റെ ഓവർഡോസാണ് മിസോപ്രസ്റ്റോൾ ഓവർഡോസ്, പ്രോസ്റ്റോഗ്ലാൻഡിൻ ഗീവ് ടു റൈപ്പനിങ് ദ സെർവിക്സ് ഓവർഡോസ്. ഇതൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ. യൂട്ടേറിൻ ഇറിറ്റബിലിറ്റി, ഡിക്രീസ് ബ്ലഡ് ടു ദ പ്ലാസൻ്റ ആൻഡ് ഫീറ്റൽ ഡിസ്ട്രസ്. ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ടോക്കോലൈറ്റിക് മെഡിക്കേഷൻ, റിലാക്സിങ്
യൂട്ടേറിൻ മസിൽസ് ടോക്കാലൈറ്റിക് മെഡിക്കേഷൻ കൊടുക്കണം, അതും യൂട്ടേറിൻ മസിൽസിനെ റിലാക്സ് ചെയ്യാനാണ്. ടെർബുട്ടാലിൻ, മഗ്നീഷ്യം, കാൽസ്യം ചാനൽ ബ്ലോക്കർ, നെഫിഡിപ്പിൻ ഇതെല്ലാം കൊടുത്ത് പേഷ്യൻറ്റിൻ്റെ വാസോ ഡയലേറ്റ് ചെയ്ത് യൂട്ടേഴ്സിൻ്റെ മസിൽസിനെ റിലാക്സ് ചെയ്ത് നോക്കണം.